യെസ് മക്കളെ ഹായ്. നമ്മൾ ഇന്ന് യൂണിറ്റ് 2 ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. ക്ലാസ് 7 യൂണിറ്റ് 2 ചാപ്റ്റർ 2 ഏതാണ് മക്കളെ? നമുക്ക് നോക്കിയാലോ ഏതാണെന്ന്. യെസ്, ഏതാണ് ചാപ്റ്റർ? യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി അല്ലെ. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്നുള്ള കേദാർനാഥ് അഗർവാളിന്റെ സുന്ദരമായ കവിതയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും. നോക്കിയാണല്ലോ, നമുക്ക് നോക്കിയാലോ. സെറ്റ് അല്ലേ? യെസ്, നമുക്ക് നോക്കാം. സൂചന. यह धरती है उस किसान की कवितांश के यह अंश पढ़े कविता यह अंश पढ़े और प्रश्नों के उत्तर लिखे അല്ലെ. ഈ ഒരു ഭാഗം വായിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. മക്കളെ ഇതാണ് നോർമലി നിങ്ങളുടെ ഒരു പാറ്റേൺ വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗത്തു നിന്നുള്ള ഒരു പദ്യം അതുപോലെ അല്ലെങ്കിൽ ഒരു ഗദ്യം തരും, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ തന്നെ ഒരു പോയത്തിന്റെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പോയത്തിന്റെ ഏറ്റവും മേജർ ഭാഗം അല്ലെങ്കിൽ ഒരു പോയം പഠിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? ആസ്വാദൻ ടിപ്പണിയാണ് അല്ലെ. അതിന്റെ ആസ്വാദൻ ടിപ്പണി എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. കാരണം അത് പഠിച്ചു വെച്ചാൽ നമ്മൾക്ക് ഏതൊരു ക്വസ്റ്റ്യനും എഴുതാൻ പറ്റും. സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ആശയ ടിപ്പണി അല്ലെങ്കിൽ ആസ്വാദൻ ടിപ്പണി നമ്മൾ ഷുവറായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. എന്താണ്? യഹ് ധർത്തി ഹേ ഉസ് കിസാൻ की जो बैलों के कंधों पर बरसात घाम में जुआ भाग का रख देता है, देन खून चाटती हुई वायु में पैनी कुसी खेत के भीतर दूर कलेजे तक ले जाकर जोत डालता है, मिट्टी को पांस डालकर और बीज फिर बो देता है, नए वर्ष में നയി ഫസൽ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ മക്കളെ? കവി और कविता का परिचय देते हुए कवितांश का आशय लिखे എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. കവിയെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതയും, കവിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കവിതയും പരിചയപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? ആസ്വാദൻ ടിപ്പണി, ആശയ ടിപ്പണി എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കിയാലോ ആശയ ടിപ്പണി എന്താണെന്നുള്ളത്. യെസ്, എന്താണ്? ഹിന്ദി के प्रमुख कवि श्री केदारनाथ अग्रवाल की एक सुंदर कविता है यह धरती है उस किसान की. ശ്രദ്ധിക്കാം, എന്താണ്? കേദാർനാഥ് അഗർവാൾ, ഹിന്ദിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കവിയായ കേദാർനാഥ് അഗർവാളിന്റെ വളരെ മനോഹരമായ ഒരു കവിതയാണ് എന്ത്? ഉസ് ധർത്തി അല്ലെ. എന്താണ്? യഹ് ധർത്തി ഉസ് കിസാൻ की എന്നുള്ളത്. നോക്കാം. इस कविता में किसान की मेहनत और उसकी मिट्टी से जुड़ाव के बारे में बताया है. എന്താണ് ഇതിൽ പറയുന്നത്? കൃഷിക്കാരന്റെ മണ്ണുമായിട്ടുള്ള ബന്ധത്തെ പറ്റി അല്ലെ. എന്താണ്? അദ്ദേഹത്തിന്റെ ഒരു ഭൂമിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെ പറ്റിയാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? എന്താണ് പറയുന്നത് നോക്കിയ മക്കളെ. കവി कहता है कि यह धरती उस किसान की है जो बुरी परिस्थिति में मिट्टी में कठिन मेहनत करता है. കവി പറയുകയാണ് എന്താണ്? ഈ ധർത്തി, ഈ ഭൂമി ആരുടെയാണ്? ആ കൃഷിക്കാരന്റെയാണ്. കാരണം എന്താണ്? വളരെ മോശമായ പരിസ്ഥിതിയിലും മോശമായ കാലാവസ്ഥയിലും എന്താണ്? മിട്ടി മേം കഠിൻ മെഹനത് കർത്താ ഹെ, മണ്ണിൽ കഠിനമായി അധ്വാനിക്കുന്നു അല്ലെ. മണ്ണിൽ കഠിനമായി അധ്വാനിക്കുന്നു. കിസാൻ ചാട്ടി ഹുയി വായു മേം അപ്നി ഖൂൻ കോ പസീന ബനാക്കർ ഢേർ സാരെ അന്ന ബനാത്തെ ഹെ അല്ലെ. രക്തമുണങ്ങുന്ന കാറ്റിലും വളരെ മോശം കാലാവസ്ഥയിലും രക്തം വറ്റിപ്പോകുന്ന കാറ്റിലും എന്ന് വെച്ചാൽ അതിന്റെ വളരെ മോശം കാലാവസ്ഥയിലും കഠിനമായി ജോലി ചെയ്ത് അല്ലെ. കഠിനമായി ജോലി ചെയ്യുന്നതിനെ പറയുന്നത് ഖൂനുക്കോ പസീന ബനാക്കർ, ചോര നീരാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഖൂനുക്കോ പസീന ബനാക്കർ ഢേർ സാരെ അന്ന ബനാത്തെ ഹെ, വളരെയധികം എന്തുണ്ടാക്കുന്നു? വിളവുകൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ വിളവുണ്ടാക്കുന്നു. വഹ അപ്നി ജിന്ദഗി കെ പൂരെ സമയ ഖേത് മേ ബിതാത്തെ ഹെ, തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും അദ്ദേഹം എവിടെ ചെലവാക്കുന്നു? കൃഷിയിടത്തിൽ ചെലവാക്കുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നെയോ ഇസ്ലിയെ കവി ബാർ ബാർ कहती है यह धरती उस किसान की है. അതുകൊണ്ട് കവി വീണ്ടും വീണ്ടും പറയുകയാണ്, പല പ്രാവശ്യം നമ്മളോട് പറയുകയാണ്, ഈ ധർത്തി, ഈ ഭൂമി ആരുടെയാണ്? ആ കൃഷിക്കാരന്റെയാണ് എന്ന് പറയപ്പെടുന്നു. ഓക്കെയാണല്ലോ മക്കളെ. യെസ്, അടുത്ത എന്താണെന്ന് നോക്കാം മക്കളെ. അതിന്റെ കണ്ടിന്യൂവേഷന്റെ കൺക്ലൂഷൻ വരുന്നതാണ്. എന്താണ്? यह धरती किसान का, ഈ കവിത किसान का जीवन और उसकी महत्वपूर्ण काम की तारीफ करती है. कविता की भाषा सरल है. ये कविता किसान का जीवन और उसकी महत्वपूर्ण काम की तारीफ करती है. ഈ കവിത എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? കിസാന്റെ, കൃഷിക്കാരന്റെ ജീവിതത്തെ പറ്റിയും അവന്റെ മഹത്വപൂർണമായ ജോലിയെ പറ്റി അല്ലെങ്കിൽ വളരെ മഹത്വപൂർണമായ ആ ജോലിയെ പറ്റിയും കൃഷിപ്പണിയെ പറ്റിയും പ്രശംസിക്കുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നു. കവിതയുടെ ഭാഷ വളരെ
സരളമാണ്, വളരെ സിമ്പിളായ ലാംഗ്വേജ് ആണ് കവിതയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മക്കളെ, ഇതാണ് ഇതിന്റെ ആസ്വാദന ടിപ്പണി. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും കൺക്ലൂഷൻ പാർട്ടും എന്തുണ്ടാവണം? നിങ്ങൾ സെറ്റായിട്ട് പഠിച്ചുക്കണം, മുഴുവൻ പഠിച്ചു വെക്കണം. അതിൽ നമ്മൾ ഓരോ പോയിന്റ് ചോദിക്കുമ്പോൾ നമ്മളോട് ഏത് ഭാഗത്തു നിന്നാണോ ചോദിക്കുന്നത് അതിനൊരു ഇൻട്രൊഡക്ഷനും കാണണം, ഒരു കൺക്ലൂഷനും കാണണം. സെന്ററിലുള്ള നമ്മുടെ ഈ കണ്ടന്റ് ബേസ് എന്നുള്ളത് നമ്മുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ച് എന്ത് ചെയ്യാം, ഇത് തന്നെ പ്രസന്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഇനി അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? യഹ് ധർത്തി ഉസ് കിസാൻ കി കിസ് തരഹ കി രചന ഹേ. ഇത് ഏത് തരത്തിലുള്ള രചനയാണ് എന്നുള്ളത് ചോദിക്കാം. ഏത് തരത്തിലുള്ള രചനയാണ് മക്കളെ? യെസ്, എന്താണ്? കവിതയാണ് അല്ലെ? ഇതൊരു കവിതയാണ്. പിന്നെ എന്ത് ചോദിക്കാം? ഏത് ധർത്തി ഹേ ഉസ് കിസാൻ കി കെ ലേഖക് കൗൻ ഹേ. ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ ആണല്ലോ? നമ്മൾ എന്ത് എഴുതും? യെസ്, കേദാർനാഥ് അഗർവാൾ എന്ന് നമുക്ക് അവിടെ എഴുതാൻ പറ്റും അല്ലെ? ആൻസർ എന്താണ്? കേദാർനാഥ് അഗർവാൾ എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇസ്മേ കവി കെ അനുസാർ ഹമാരി ധർത്തി കിസ്കാ ഹേ. കവിയുടെ അഭിപ്രായത്തിൽ ഈ ഭൂമി ആരുടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ആരുടെയാണ് മക്കളെ ഈ ഭൂമി? നോക്കാം, ആരുടെയാണ്? കിസാൻ കാ ഹേ അല്ലെ? ഈ ഭൂമി ആരുടെയാണ്? കൃഷിക്കാരന്റെയാണ് ഈ ഭൂമി എന്ന് നമുക്ക് പറയാം. യെസ്, ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാൽ മക്കളെ, ഖൂൻ ചാട്തി വായു സെ അപ്നെ ക്യാ താത്പര്യ ഹേ. എന്താണ് ഖൂൻ ചാട്തി വായു? രക്തമുണങ്ങുന്ന കാറ്റ്, രക്തം വറ്റിപ്പോകുന്ന കാറ്റ് എന്നൊക്കെ പറയുന്നത് കവിതയിലൂടെ അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. എന്താണെന്ന് നോക്കിയാലോ മക്കളെ? യെസ്, ഖൂൻ ചാട്തി വായു കാ മത്ലബ് ഹേ കി വാതാവരൺ ബഹുത് ഗർമി ഹേ और किसान ऐसी वातावरण में काम करती है. അതായത് മോശമായ, വളരെ മോശമായ കാലാവസ്ഥയിലും ആര് ജോലി എടുക്കുന്നു? കൃഷിക്കാരൻ ജോലി എടുക്കുന്നു. ആ കൃഷിക്കാരന്റെ ജോലി അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ആ മോശമായ കാലാവസ്ഥയിലും അവൻ ചെയ്യുന്ന ജോലിയെ പറ്റിയാണ് അതിൽ പറയുന്നത്. നോക്കിയേ, കിസാൻ കി കഠിൻ മെഹനത് കാ ചിത്രൺ ഹേ. കിസാന്റെ അല്ലെങ്കിൽ കൃഷിക്കാരന്റെ എന്താണ്? വളരെ മോശമായിട്ടുള്ള ആ ഒരു കാലാവസ്ഥയിലും അവൻ ചെയ്യുന്ന കഠിനമായ ജോലിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതാണ് അവിടെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ പറഞ്ഞിരിക്കുന്നത്. ബഹുത് ഗർമി ഹേ और കിസാൻ ഐസി വാതാവരണം. അതായത് വളരെ ചൂടായതോ ചൂടോ തണുപ്പോ ഏത് കാലാവസ്ഥയാണെങ്കിലും മോശം കാലാവസ്ഥയിലും കൃഷിക്കാരൻ ജോലി ചെയ്യുന്നു. പറയണം, എനിക്ക് മെഹനത് और താക്കത്ത് കോ ഭി, അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെയും അദ്ദേഹത്തിന്റെ ശക്തിയെയും ഒക്കെ എന്ത് ചെയ്യാണ്? ഹവാ ഖീഞ്ച് രഹി ഹേ. എന്താണ്? കാറ്റ് വലിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് അത് അത്ര എന്താണ്? ചോര നീരാക്കി അദ്ദേഹം ഇവിടെ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇനി എന്താണ് മക്കളെ? ഖേത്തോം സെ സംബന്ധി രഖ്വാലെ ശബ്ദ. അതായത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏതൊക്കെ ശബ്ദങ്ങളാണോ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. യെസ്, എന്താണ്? ജുവാ, ബീജ്, ബൈല്, മിട്ടി, ഫസൽ, അന്ന് അല്ലെ? എന്താണ്? ധാന്യങ്ങള്, ക്രോപ്സ്, മണ്ണ്, കാളകള്, അല്ലെങ്കിൽ എന്താണ്? ബീജ് എന്ന് പറഞ്ഞാൽ തന്നെ സെയിം തന്നെ വിത്താണ്. പിന്നെ എന്താണ്? ജുബ, നുകം എന്നുള്ള വേർഡുകളൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? യെസ്, നമുക്ക് നോക്കാം അടുത്ത എന്താണെന്ന്. കൃഷക് ദിവസ് മേ ബനായെ പ്ലക്കാർഡ്. ഇനി കൃഷി ദിവസത്തിൽ ഉണ്ടാക്കുന്ന പ്ലക്കാർഡ് ഒരു 4 മാർക്കിന്റെയോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. കൃഷി ദിവസത്തിൽ നിങ്ങൾ ഒരു പ്ലക്കാർഡ് തയ്യാറാക്കുക എന്നുള്ളതായിരിക്കാം ക്വസ്റ്റ്യൻ. എന്തായിരിക്കാം? നമുക്ക് എങ്ങനെയാ നോക്കാം. യെസ്, എന്താണ്? ജീതാ രഹേ കിസാൻ. കൃഷിക്കാരൻ ജീവിക്കട്ടെ. പിന്നെ എന്ത് ചെയ്യാം? ജയിക്കട്ടെ, അങ്ങനെ എന്ത് മീനിങ്ങിലും പറയാം. ഇനി നോക്കാം. കിസാൻ പ്രകൃതി കാ ദോസ്ത് ഹേ. കൃഷിക്കാരൻ ആരുടെ കൂട്ടുകാരനാണ്? പ്രകൃതിയുടെ കൂട്ടുകാരനാണ് എന്നുള്ള രീതിയിലും നമുക്ക് പറയാം. യെസ്, ഓക്കെ ആണല്ലോ? ഇനി ഇൻ പ്രയോഗം കോ ധ്യാൻ മേം ദേ ആർ വാക്യ ബനായിയെ. ഈ താഴെ ബ്രാക്കറ്റ് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക? ഇതെല്ലാം വാക്യത്തിൽ പ്രയോഗിക്കുക, അല്ലെങ്കിൽ ഇതിനെ വാക്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, മേം മൈദാൻ മേം ഡാഷ് ഖേൽത്താഹും. ഏതെഴുതും? ഞാൻ എവിടെ പോയാണ്? മൈദാനിൽ അല്ലെ? മൈദാൻ മേം ഖേൽത്താഹും അല്ലെങ്കിൽ മൈദാൻ ഖേൽത്താഹും എന്നുള്ളതാണ് വരേണ്ടത്. ഓക്കെ, എന്താണ് അവിടെ വരേണ്ടത്? മൈദാൻ ജാക്കർ, മേം മൈദാൻ ജാക്കർ ഖേൽത്താഹും അല്ലെ? അവിടെ എന്താണ്? ഞാൻ മൈതാനത്തിൽ പോയി കളിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു ഗ്രാമർ ഏരിയ വരാം. നോക്കിയ മക്കളെ, മേം എന്നുള്ളത് ഇവിടെ കർത്താവായി വരുമ്പോൾ എന്ത് ചെയ്യണം? എൻഡിങ് വിത്ത് ഹും എന്നുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കണം. ആ ഒരു പോയിന്റിലും ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം കേട്ടോ. മേമിൽ ചോദിക്കുന്ന സെന്റൻസ് എൻഡ് ചെയ്യുന്ന എന്തിലായിരിക്കണം? ഹുമ്മിലായിരിക്കണം. റെഡി ആണല്ലോ? യെസ്, അടുത്ത് നോക്കിയ മക്കളെ, മേഘ ഡാഷ് താലാബ് മേ പാനി ഭർ ഗയി. എന്താണിക്കും? മേഘ ദരസ്കർ അല്ലെ? മേഘം പെയ്ത് എന്ത് ചെയ്യാണ്? താലാബ് വെള്ളം, എന്താണ്? ഇവിടെ കുളത്തില് അല്ലെങ്കിൽ ആ പോണ്ടിൽ എന്ത് ചെയ്തു? വെള്ളം നിറഞ്ഞു എന്നുള്ള, അല്ലെങ്കിൽ വെള്ളം കവിഞ്ഞൊഴുകി. ഇനി എന്താണ്? ബാദൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ നോക്കി മക്കളെ. യെസ്, ബാദൽ ഗരജാക്കർ ബാരിഷ്ലായി. എന്താണ്? മേഘം അല്ലെങ്കിൽ മേഘം എന്ത് ചെയ്തിട്ട് ഗർജിച്ചിട്ട് മഴ പെയ്തു. ഓക്കെ ആണല്ലോ? സൂരജ് തബ്കർ, എന്താണ്? ജ്വലിച്ചിട്ട് ധർത്തിക്ക് എന്ത് കൊടുക്കുന്നു? ഗർം കർ ദേതാ ഹെ. ധർത്തി ഭൂമിയെ ചൂടാക്കുന്നു. പിന്നെയോ വഹ് കിതാബോ മേം ഡൂബ് കർ പഠായി കർ രഹേ ഹോ. അവൻ എന്ത് ചെയ്യാണ്?
പുസ്തകത്തിൽ മുഴുകിയിരുന്ന് അല്ലെ, പുസ്തകത്തിൽ മുഴുകിയിരുന്ന് പഠിക്കുന്നു. പിന്നെയോ വഹ അപ്പനെ സപനെ കോ പൂരാ കർനെ കെ ലിയെ മർകർ മെഹനത് കർത്താ ഹെ, കഠിനമായി ജോലി ചെയ്യുന്ന, കഠിനമായി ഹാർഡ് വർക്ക് ചെയ്യുന്നവന് തന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാണ്, കഠിനമായിട്ടുള്ള ജോലി അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ ആണല്ലോ, ഇതാണ് ആ സെറ്റ് വരുന്നത്. ഇനി എന്ത് ചോദിക്കാം മക്കളെ, വീണ്ടും നമ്മളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കിയേ. വീണ്ടും തന്നിരിക്കുന്നത് എന്താ, സൂചന ഹെ ധർത്തി ഹെ ഉസ് കിസാൻ കി കവിത ഹം പഠേ और प्रश्नों के उत्तर लिखी. വീണ്ടും തന്നിരിക്കുകയാണ്, സെക്കൻഡ് സെറ്റ് തന്നു. ഇത് വായിച്ചിട്ട് ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ എഴുതാനാണ് പറയുന്നത്. എന്താണെന്ന് നോക്കിയാലോ മക്കളെ, ശരിയല്ലേ? നോക്കാം. यह धरती है उस किसान की जो मिट्टी का पूर्ण पारखी, जो मिट्टी के संग साथ ही तब कर गल कर मर कर खपा रहा है जीवन अपना, देख रहा है मिट्टी में सोने का सपना, मिट्टी की महिमा गाता है, मिट्टी के ही अंतस्थल में अपने तन की खाद मिलाकर मिट्टी को जीवित रखता है, खुद जीता है यह धरती उस किसान की. സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു പോർഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇനി എന്ത് ചെയ്യിക്കാം, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തൊക്കെ ചോദിക്കാൻ നോക്കിയാൽ മക്കളെ, എന്താണ് കവിതയില് ഈ എന്താണ് ലൈൻ വരുന്ന, ഈ ഒരു ആശയം വരുന്ന പങ്ക്തികൾ ഏതൊക്കെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതാണ്? किसान अपनी जिंदगी व्यतीत करके खेत में സമൃദ്ധി കാ സ്വപ്ന ദേതാ ഹെ, കൃഷിക്കാരൻ തന്റെ ജീവിതം അല്ലെങ്കിൽ എന്താണ് തന്റെ ജീവിതം എന്ത് ചെയ്തിട്ട് ചെലവഴിച്ചുകൊണ്ട് സമൃദ്ധിയുടെ സ്വപ്നം കാണുന്നു. എവിടെ? കൃഷിയിടത്തിൽ. ഏത് മീനിങ് ആയിരിക്കും മക്കളെ? നോക്കിയാലോ, എന്താണ്? ഖപാർ ഹാ ഹെ ജീവൻ അപ്ന, ദേഖ് രഹാ ഹെ മിട്ടി മേ സോനെ കാ സപ്ന. സിമ്പിൾ ലൈനാണ് കേട്ടോ. സോനെ കാ സപ്ന എന്താണ്? സ്വർണത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് എന്തായിരിക്കണം? കൃഷിക്കാരന് കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന സ്വർണം എന്ന് പറയുന്നത് എന്താ മക്കളെ? നല്ല വിളവാണ്. അതാണ് സമൃദ്ധി കാ സ്വപ്ന ദേഖ്താ ഹെ. സെറ്റല്ലേ? ഇനി എന്താണെന്ന് നോക്കിയേ. കിസാൻ കട്ടി മെഹനത് സേ ഖേത് കോ സദാ ഉർവർ ബൻതാ ഹെ और സ്വയം ജീവിത് രഹതാ ഹെ. സ്വയം ജീവിച്ചുകൊണ്ട് കൃഷിയിടത്തെ, ഭൂമിയെ എന്താക്കുന്നു? ഉർവരമാക്കി മാറ്റുന്നു. ഏതാണ് മക്കളെ ലൈൻ? യെസ്. अपने तन की खाद मिलाकर मिट्टी को जीवित रखता है, खुद जीता है. അല്ലേ? എന്താണ്? മിട്ടിയെ എന്താക്കുന്നു? ജീവിത രഖത്താ ഹെ എന്ന് പറഞ്ഞാൽ ഉർവർ ബനാത്താ ഹെ. പിന്നെയോ ഖുദ് ജീത്താ ഹെ, സ്വയം ജീവിത് രഹത്താ ഹെ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ ഒന്നാണ് മക്കളെ, അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സഫലത കെ ലിയെ പരിശ്രമം की आवश्यकता है, इस विषय पर एक लिखिए. പരിശ്രമം, സഫലം, അതായത് സഫലതയ്ക്ക്, സക്സസിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് നിങ്ങളോട് ഈ വിഷയത്തിൽ ഒരു നിബന്ധം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. എന്താണ് നോക്കാം മക്കളെ, എന്താണെന്ന് നോക്കാം. യെസ്. പരിശ്രം കാ മത്ലബ് കഠിൻ കാം കർണ യാ മെഹനത് കർണ ഹെ. പരിശ്രമം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? കഠിനമായി ജോലി ചെയ്യുക അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പരിശ്രമം. നമ്മൾ വർക്ക് ചെയ്യണം. പരിശ്രമി വ്യക്തി ഹമേശ അപ്പനി ലക്ഷ്യപൂർത്തി കി സപ്ന ദേഖ്താ ഹെ. തന്റെ ലക്ഷ്യത്തെ, സ്വപ്നം, നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലക്ഷ്യമായിരിക്കും. ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമായിരിക്കും ആരുടെ ഉദ്ദേശം മക്കളെ? പരിശ്രമി, ഹാർഡ് വർക്കറിന്റെ ഉദ്ദേശം. ഇനി പരിശ്രം ഹി സഫലത കാ സോപാൻ ഹെ. പരിശ്രമമാണ് സഫലതയുടെ അല്ലെങ്കിൽ സക്സസിന്റെ സോപാനം എന്ന് പറയുന്നത്. അതായത് സക്സസിന്റെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ എന്തിലായിരിക്കും? ഹാർഡ് വർക്കിലായിരിക്കും. നോക്കിയേ, സഫൽ ജീവൻ കി സാർത്ഥകത യഹ് മൂലമന്ത്ര ഹെ. അതാണ് സക്സസ് ആയിട്ടുള്ള ലൈഫിന്റെ മൂലമന്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. സംഘർഷ് ഭരേ ജീവൻ മേ ആകെ ബഡ്നെ കെ ലിയെ പരിശ്രം കി എന്താണ് ജറൂരത് ഹെ. അതായത് എന്താണ്? സംഘർഷഭരിതമായ ഈ ജീവിതത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹാർഡ് വർക്ക് ചെയ്യണം. ഓണപരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്ത്? തൂമ്പ എടുത്തുകൊണ്ട് പോയി കളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നന്നായിരുന്നു പഠിക്കുക. അവിടെയാണ് നിങ്ങളുടെ ഹാർഡ് വർക്ക് ഇരിക്കുന്നത്. ഓരോരുത്തരും ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള പരിശ്രമങ്ങള് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് വ്യത്യസ്തമായിട്ട് വരും. ഓക്കെ ആണല്ലോ മക്കളെ? യെസ്. പിന്നെ എന്താ പറയുന്നത്? അതാണ് പറഞ്ഞിരിക്കുന്നത്. ബച്ചേ പഠിത്തേ സമയ കഠിൻ പരിശ്രമം കർണ ചാഹിയെ ക്യോംകി സഫലത കെ ലിയെ പരിശ്രമം അതി ആവശ്യക് ഹെ. സക്സസിന് വേണ്ടി, വിജയത്തിന് വേണ്ടി ഹാർഡ് വർക്ക് എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കുട്ടികൾ നന്നായി പഠിച്ച്, നന്നായി പരിശ്രമിച്ച് നല്ല മാർക്ക് വാങ്ങണം. ഇതാണ് അടുത്തതിന്റെ മീനിങ്. സെറ്റ് അല്ലേ മക്കളെ? യെസ്. അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം വരാൻ സാധ്യതയുള്ള
ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. മക്കൾ നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ടൈം ബൈ ടൈം ആയിട്ട് നന്നായി പഠിക്കുക. വീണ്ടും ഞാൻ പറയാണ്, ആശയ ടിപ്പണി, ആസ്വാദൻ ടിപ്പണി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായി പഠിച്ച് എക്സാമിന് നല്ല രീതിയിൽ എക്സാമിന് എന്ത് ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യുക, നന്നായിട്ട് എഴുതുക. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? യെസ്, ബൈ.